ചെയ്യാതിരിക്കാം സൂത്രം. ഏത് സൂത്രം? ചെയ്യാതിരിക്കാം എന്ന സൂത്രം. ചെയ്യാതിരിക്കാം എന്ന സൂത്രം വിശദമായി മനസ്സിലാക്കാമോ? ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ചെയ്യാതിരിക്കാം സൂത്രം. വാക്യത്തിന്റെ അവസാനത്തിൽ ഇരിക്കാം എന്ന് വരുമ്പോൾ, അതായത് ഉറങ്ങാതിരിക്കാം, പറയാതിരിക്കാം, വരാതിരിക്കാം, കാണാതിരിക്കാം, കൊടുക്കാതിരിക്കാം, എഴുതാതിരിക്കാം, പാടാതിരിക്കാം, പിണങ്ങാതിരിക്കാം, ഓടാതിരിക്കാം തുടങ്ങിയ അർത്ഥമുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ ലെറ്റ്സ് നോട്ട് എന്ന വാക്ക് ഉപയോഗിക്കാം. അടുത്ത പേജിൽ വിശദീകരിച്ച് നോക്കാം. ചെയ്യാതിരിക്കാം സൂത്രം മലയാളത്തിലും ഇംഗ്ലീഷിലും വാക്യങ്ങൾ നോക്കാം. 1. നമ്മൾ മിണ്ടാതിരിക്കണം. ലെറ്റ് us not talk. 2. നമ്മൾ പോകാതിരിക്കണം. ലെറ്റ് us not go. 3. നമ്മൾ എഴുതാതിരിക്കാം. ലെറ്റ് us not write. 4. നമ്മൾ പാടാതിരിക്കാം. ലെറ്റ് us not sing. 5. നമ്മൾ മറക്കാതിരിക്കാം. ലെറ്റ് us not forget. ശരി, ഈ വാക്യങ്ങൾ അല്പം വലുതാക്കി പറയാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ചെയ്യാതിരിക്കാം എന്ന സൂത്രം അടങ്ങുന്ന വാക്യങ്ങൾ. നമ്പർ 1, ഭക്ഷിക്കാം എന്നാൽ ലെറ്റ് us eat. ഭക്ഷിക്കാതിരിക്കാം എന്നതിന് ലെറ്റ് us not eat എന്നാണെന്ന് ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഭക്ഷിക്കാതിരിക്കാം എന്ന ചോദ്യം ചോദിക്കൂ. കുറ്റിപ്പുറത്ത് ഭക്ഷിക്കാതിരിക്കാം, പട്ടാമ്പിയിൽ ഭക്ഷിക്കാം. കുറ്റിപ്പുറത്ത് ഭക്ഷിക്കാതിരിക്കാം എന്നത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഈ വാക്യത്തിൽ ആകെ 3 വാക്കുകളായി ഡിവൈഡ് ചെയ്യുക. ഭക്ഷിക്കാതിരിക്കാം എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക. ഇൽ എന്നത് മറ്റൊരു വാക്കായി ഡിവൈഡ് ചെയ്യുക. കുറ്റിപ്പുറം എന്നത് മറ്റൊരു വാക്കായി ഡിവൈഡ് ചെയ്യുക. ഭക്ഷിക്കാതിരിക്കാം എന്നത് 1, ഇൽ എന്നത് 2, കുറ്റിപ്പുറം എന്നത് 3. ഭക്ഷിക്കാതിരിക്കാം എന്നാൽ ലെറ്റ് us not eat. ഇൽ എന്നാൽ ഇൻ, കുറ്റിപ്പുറം എന്നാൽ കുറ്റിപ്പുറം. ഇപ്പോൾ നമ്മൾ മലയാള വാക്യത്തിൽ എപ്രകാരം നമ്പർ എഴുതിയോ അപ്രകാരം പറഞ്ഞാൽ എന്തായിരിക്കും? കുറ്റിപ്പുറത്ത് ഭക്ഷിക്കാതിരിക്കാം എന്നാൽ ലെറ്റ് us not eat in കുറ്റിപ്പുറം എന്ന് പറയേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? നമ്പർ 2, വാങ്ങാം എന്നാൽ ലെറ്റ് us buy. വാങ്ങാതിരിക്കാം എന്നാൽ ലെറ്റ് us not buy. ഇത് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. എന്ത് വാങ്ങാതിരിക്കാം എന്ന് ചോദിച്ചതിന് പറയുക ബനിയൻ വാങ്ങാതിരിക്കാം. ബനിയൻ എവിടെ വാങ്ങാതിരിക്കാം? ചെന്നൈയിൽ ബനിയൻ വാങ്ങാതിരിക്കാം എന്നതിന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഈ വാക്യത്തിൽ ആകെ 4 വാക്കുകളാണ് ഉള്ളത്. ഇവിടെ ചെന്നൈ എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക. ഇൽ എന്നത് മറ്റൊരു വാക്ക്, ഇതിനെ ഡിവൈഡ് ചെയ്യുക. ബനിയൻ എന്നത് മറ്റൊരു വാക്കായി ഡിവൈഡ് ചെയ്യുക. വാങ്ങാതിരിക്കാം എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക. വാങ്ങാതിരിക്കാം എന്നത് നമ്പർ 1, ബനിയൻ എന്നത് 2, ഇൽ എന്നത് നമ്പർ 3, ചെന്നൈ എന്നത് 4. വാങ്ങാതിരിക്കാം എന്നാൽ ലെറ്റ് us not buy. ബനിയൻ എന്നാൽ എ ബനിയൻ. ഇൽ എന്നാൽ ഇൻ ചെന്നൈ എന്നാൽ ചെന്നൈയിൽ. ഇപ്പോൾ മലയാള വാക്യത്തിൽ നമ്മൾ നമ്പർ ഏത് പ്രകാരം എഴുതിയോ അത് പ്രകാരം പറഞ്ഞാൽ എന്താകും? ചെന്നൈയിൽ ബനിയൻ വാങ്ങാതിരിക്കാം എന്നാൽ ഇംഗ്ലീഷിൽ ലെറ്റ് us not buy a ബനിയൻ ഇൻ ചെന്നൈ എന്ന് പറയണം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? നമ്പർ 3, പാടാം എന്നാൽ ലെറ്റ് us sing. പാടാതിരിക്കാം എന്നാൽ ലെറ്റ് us not sing. ഇതിനകം ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഒന്നും ചെയ്യാതിരിക്കൂ എന്നതിന് ചോദ്യം ചോദിക്കൂ. വേദിയിൽ പാടുമായിരിക്കാം. വേദിയിൽ പാടുമായിരിക്കാം എന്ന ഈ വാക്യം ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഈ വാക്യത്തിൽ ആകെ 4 വാക്കുകളുണ്ട്. ഇവിടെ വേദി എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക. ഇൽ എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക. പാട്ട് എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക. പാടാതിരിക്കാം എന്നത് ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക. പാടാതിരിക്കാം എന്നത് 1, പാട്ട് എന്നത് 2, ഇൽ എന്നത് 3, വേദി എന്നത് 4. പാടാതിരിക്കാം എന്നാൽ ലെറ്റ് us not sing. പാട്ട് എന്നാൽ എ സോങ്. ഇൽ എന്നാൽ ഓൺ. വേദി എന്നാൽ സ്റ്റേജ്. ഇപ്പോൾ എപ്രകാരം സൂചിപ്പിച്ചുവോ അപ്രകാരം പറഞ്ഞാൽ എന്താകും? വേദിയിൽ പാട്ട് പാടാതിരിക്കാം എന്നാൽ ഇംഗ്ലീഷിൽ ലെറ്റ് us not sing a song on the stage എന്ന് പറയണം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? നമ്പർ 4, പോകാം എന്നാൽ ലെറ്റ് us go. പോകാതിരിക്കാം എന്നാൽ ലെറ്റ് us not go. ഇത് മുമ്പേ പറഞ്ഞതാണ്. എവിടെ പോകാതിരിക്കാം എന്ന് ചോദ്യം ചോദിക്കുക.
ഈ വേനൽക്കാലത്ത് ഊട്ടിയിലേക്ക് പോകാതിരിക്കാം. ഈ വേനൽക്കാലത്ത് ഊട്ടിയിലേക്ക് പോകാതിരിക്കാം എന്ന വാക്യം ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ എങ്ങനെ പറയും? ഈ വാക്യത്തിൽ ആകെ 5 വാക്കുകളാണുള്ളത്. ഇവിടെ വേനൽ എന്നത് ഒരു പദമായി ഡിവൈഡ് ചെയ്യണം, ത്ത് എന്നത് മറ്റൊരു പദമായി ഡിവൈഡ് ചെയ്യണം, ഊട്ടി എന്നത് ഒരു പദമായി ഡിവൈഡ് ചെയ്യണം, ലേക്ക് എന്നത് ഒരു പദമായി ഡിവൈഡ് ചെയ്യണം, പോകാതിരിക്കാം എന്നത് 1, ലേക്ക് എന്നത് 2, ഊട്ടി എന്നത് 3, ഇൽ എന്നത് 4, ഈ വേനൽക്കാലം എന്നത് 5. പോകാതിരിക്കാം എന്നാൽ ലെറ്റ് അസ് നോട്ട് ഗോ. ലേക്ക് എന്നാൽ ടു, ഊട്ടി എന്നാൽ ഊട്ടി, ഇൽ എന്നാൽ ഇൻ, ഈ വേനൽ എന്നത് ഇൻ ദിസ് സമ്മർ. ഇപ്പോൾ നാം നമ്പർ സൂചിപ്പിച്ച പോലെ പറഞ്ഞാൽ അതെന്താകും? ഈ വേനൽക്കാലത്ത് ഊട്ടിയിലേക്ക് പോകാതിരിക്കാം എന്നാൽ ഇംഗ്ലീഷിൽ ലെറ്റ് അസ് നോട്ട് ഗോ ടു ഊട്ടി ദിസ് സമ്മർ എന്ന് പറയണം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? നമ്പർ 5. കളിക്കാം എന്നാൽ ലെറ്റ് അസ് പ്ലേ. കളിക്കാതിരിക്കാം എന്നാൽ ലെറ്റ് അസ് നോട്ട് പ്ലേ. ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. എവിടെ കളിക്കാതിരിക്കാം എന്ന ചോദ്യം ചോദിക്കൂ. നിരത്തിന്മേൽ കളിക്കാതിരിക്കാം, റോഡിൽ കളിക്കാതിരിക്കാം. ഈ വാക്യം ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ എങ്ങനെ പറയണം? ഈ വാക്യത്തിൽ 3 വാക്കുകളുണ്ട്. ഇവിടെ റോഡ് എന്നത് ഒരു പദമായി ഡിവൈഡ് ചെയ്യുക, ഇൽ എന്നത് മറ്റൊരു പദമായി ഡിവൈഡ് ചെയ്യുക, കളിക്കാതിരിക്കാം എന്നത് മറ്റൊരു പദമായി ഡിവൈഡ് ചെയ്യുക. കളിക്കാതിരിക്കാം എന്നത് 1, ഇൽ എന്നത് 2, റോഡ് എന്നത് 3. കളിക്കാതിരിക്കാം എന്നാൽ ലെറ്റ് അസ് നോട്ട് പ്ലേ, ഇൽ എന്നാൽ ഓൺ, റോഡ് എന്നാൽ റോഡ്. ഇപ്പോൾ മലയാള വാക്യത്തിൽ നമ്മൾ നമ്പർ പ്രകാരം എങ്ങനെ എഴുതിയോ അങ്ങനെ വായിച്ചാൽ എങ്ങനെയുണ്ടാകും? റോഡിൽ കളിക്കാതിരിക്കാം എന്നാൽ ഇംഗ്ലീഷിൽ ലെറ്റ് അസ് നോട്ട് പ്ലേ ഓൺ ദ റോഡ് എന്ന് പറയണം. ഓക്കെ.